ജനുവരി 26 മൂന്നാം ആഴ്ചയിലെ തിങ്കളാഴ്ച. മാർക്കോസ് 3:22 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്ന് ഇന്ത്യ അതിൻ്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. രാജ്യം അതിൻ്റെ ഭരണഘടന അംഗീകരിക്കുകയും കൊളോണിയൽ ഭൂതകാലത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ഔപചാരികമായി ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്ത ദിവസം. ഇന്ന് തിരുസഭ വിശുദ്ധ തിമോത്തിയുടെയും ടൈറ്റസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇരുവരും മരിച്ചു. തിമോത്തി വിവിധ സമൂഹങ്ങളിൽ വിശുദ്ധ പൗലോസിനെ പ്രതിനിധീകരിച്ചു. പാരമ്പര്യമനുസരിച്ച് ഒടുവിൽ എഫേസസിലെ സഭയുടെ ചുമതല വഹിച്ചു. ടൈറ്റസ് ക്രീറ്റിലെ സഭ നേതൃത്വം വഹിച്ചു. പുതിയ നിയമത്തിലെ ഇടയ ലേഖനങ്ങളിൽ അഭിസംബോധന ചെയ്യുന്ന നേതാക്കളായി സഭ അവരെ ബഹുമാനിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ജെറുസലമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ ജനങ്ങളോട് ഇങ്ങനെ പറയുന്നത് നാം കാണുന്നു: യേശുവിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു. പിന്നെ അവർ കൂട്ടിച്ചേർത്തു, ദുർഭൂതങ്ങളുടെ രാജകുമാരന്റെ സഹായത്തോടെയാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോൾ യേശു ശാസ്ത്രിമാരോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു. സാത്താന് എങ്ങനെ സാത്താനെ പുറത്താക്കാൻ കഴിയും? അല്ലെങ്കിൽ ഒരു രാജ്യം ആഭ്യന്തര കലഹത്താൽ തകർന്നാൽ അതെങ്ങനെ നിലനിൽക്കും? ഒരു വീട് വിഭജിക്കപ്പെട്ടാൽ അത് നിലനിൽക്കില്ല. തുടർന്ന് അവിടുന്ന് ശക്തമായി പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൈവദൂഷണങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല. ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ക്ഷമിക്കാനാവാത്ത പാപം എന്നത് ശാസ്ത്രിമാർ ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, അതായത് യേശുവിന് രോഗശാന്തി നൽകുവാനുള്ള അത്ഭുതങ്ങൾ, അവ സാത്താൻ്റെ ശക്തിയാണെന്ന് അവർ ആരോപിക്കുന്നു. ദുരുദ്ദേശത്തോടെയുള്ള ഒരു ദൈവദൂഷണമായിരുന്നു അത്. ഈ ശാസ്ത്രിമാരെ കൊണ്ട് യേശു ശരിക്കും മടുത്തു. അവൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അവർ ദിവസവും അവനെ വിമർശിച്ചു. അവരുടെ ദൃഷ്ടിയിൽ യേശുവിന് ഒന്നും ശരിയായി ചെയ്യാൻ സാധിക്കില്ല. യേശുവിനെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നു എന്ന കിംവദന്തി അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം സ്വയം ചോദിക്കുക, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളെ അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടോ? എനിക്ക് അവരെ ഇഷ്ടമില്ലെന്നോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലോ എന്നോ മാത്രം കരുതി മറ്റുള്ളവരെ ഞാൻ താഴ്ത്തി പറയുന്നുണ്ടോ? ഇന്ന് നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വിധിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇന്ന് പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾക്ക് കഴിയാവുന്നത്ര പോസിറ്റീവായി. അത് ആ വ്യക്തിക്കും നിങ്ങൾക്ക് തന്നെയും ലോകത്തിനും നിങ്ങൾ നൽകുന്ന ഒരു മികച്ച സമ്മാനമായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.